മുതലപ്പുഴയിലെ ജനതയുടെ കാലങ്ങളായുള്ള ആവശ്യങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നു. മുതലപ്പുഴ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 31-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നിർമ്മാണ സാമഗ്രികൾ മുതലപ്പുഴയിൽ എത്തിത്തുടങ്ങി. ഹാർബർ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ചെയ്യുന്ന 177 കോടി രൂപയുടെ പദ്ധതിക്കാണ് തുടക്കമാകുന്നത്. വിവരങ്ങളുമായി അരുൺ സോളമൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ. മുതലപ്പുഴ എന്ന് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ എപ്പോഴും അപകടങ്ങളെക്കുറിച്ച്, മരണപ്പൊഴി എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയേണ്ടി വന്നിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ അടുക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുന്നത് എങ്ങനെയായിരിക്കും? സുജയ, ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഏറെക്കാലങ്ങളായിട്ടുള്ള അവരുടെ ആവശ്യമാണ് ഇനി ഔദ്യോഗികമായി നടപ്പിലാകാൻ പോകുന്നത്. വരുന്ന ജൂലൈ മാസം തന്നെ 31-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തതോടുകൂടി തന്നെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് നിലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഈ സ്വാഗത സംഘമൊക്കെ രൂപീകരിച്ചിരിക്കുകയാണ്. നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി, മുഖ്യ രക്ഷാധികാരികളായിട്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും മന്ത്രി GR അനിൽ അടക്കമുള്ള 95 അംഗങ്ങളടങ്ങിയ സ്വാഗത സംഘമാണ് നിലവിൽ രൂപീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി കൂടി സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണ് കേരളത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നത്. 177 കോടി രൂപയുടെ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് 40% തുകയാണ്. അതായത് 60-40% ഇങ്ങനെ തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ ചെലവാക്കിക്കൊണ്ട് മുതലപ്പുഴയ്ക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമ്പോൾ തന്നെ കഴിഞ്ഞ 6 മാസമായിട്ട് പുറംകടലിൽ ഈ മുതലപ്പുഴയിലെ ഹാർബറുകൾ പൂർണ്ണമായിട്ടും അടച്ചു മൂടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. പൂർണ്ണമായിട്ടും പട്ടിണി കിടക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു പരിഹാരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ മുതലപ്പുഴയിലെ റോഡ്, ലേലം വിളിക്കുന്ന ഹാർബർ, അതുമാത്രമല്ല ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളടക്കം വളരെ ആധുനികമായിട്ടുള്ള ഒരു ഹാർബർ നവീകരണ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രോജക്ട് റിപ്പോർട്ട് നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമർപ്പിച്ച് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ പോകുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് അരുൺ സോളമനാണ്. നിർമ്മാണ സാമഗ്രികൾ മുതലപ്പുഴയിലേക്ക് എത്തുന്നു എന്നത് ആശ്വാസ വാർത്തയാണ്. മുതലപ്പുഴ എന്ന് പറയുമ്പോൾ പുഴയും കടലും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുമല്ലേ?